വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ LICയുടെ പെൻഷൻ പ്ലാനുകൾ കൂടുതലായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ LICയുടെ പെൻഷൻ പ്ലാനുകൾക്ക് കിട്ടുന്ന സ്വീകാര്യത, ഇങ്ങനെ ഒരു ടോപ്പിക് വെച്ചാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ്, റിയൽ ഫാക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പെൻഷൻ പ്ലാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. കാരണം അവർക്ക് ഉപകാരപ്പെടുന്ന റിയൽ ഫാക്ട്സ് ആണ് ഇതിനകത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ എടുക്കാനായിട്ട് നല്ലത് എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയുടെ അകത്തേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്ലൈഡിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ LICയുടെ ഇൻട്രസ്റ്റ് റേറ്റുമാണ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ നടത്തുമ്പോൾ 3 വർഷത്തിന് മുകളിലേക്കുള്ള SBI, ഫെഡറൽ, PNB, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുക. SBIയിൽ 6.5, ഫെഡറലാണ് 6.6, PNB ആണ് 6.5, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 6. ഈ രീതിയിലാണ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കറന്റ്ലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. LICയിലേക്ക് വരുമ്പോൾ 2 പെൻഷൻ പ്ലാനുകളിൽ LICയിൽ കിട്ടുന്ന പെൻഷൻ റേറ്റ്സ് ആണ്. ഒന്ന് അക്ഷയുടെ അകത്താണെങ്കിൽ 6.67 മുതൽ 8.09 വരെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇനി ജീവൻ ശാന്തിയിലേക്ക് വരികയാണെങ്കിൽ 6.92 മുതൽ 8.24 വരെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. 3 വർഷത്തിന് മുകളിലേക്ക് ലോങ് ടൈമിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കിട്ടുന്നത്. ഇനി ഷോർട്ട് ടേമിലേക്ക് നമുക്ക് കിട്ടുന്ന, ബാങ്കുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBI കൊടുക്കുന്ന 7%. അത് 1 to 2 years ആണ്. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ 444 ദിവസത്തിന് 7.5% കൊടുക്കുന്നത്. 400 ദിവസത്തേക്ക് PNB കൊടുക്കുന്നത് 7.25 ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 7.4, 180 days ആണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ് ഈ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത്. തുടർന്ന് റിന്യൂവലിന്റെ സമയത്ത് കറണ്ട് റേറ്റ് അന്നത്തെ എത്രയാണോ അതാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ LICയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്, ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഒരു വരുമാനമാണ് LICയുടെ പെൻഷൻ പ്ലാനുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റും LICയുടെ റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോലും LICയുടെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് അത് ഗ്യാരണ്ടീഡ് ആണ്. ബാങ്കുകളിൽ നമുക്ക് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കറണ്ട് റേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ പലരും ആദ്യമേ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്നുള്ളത് പലപ്പോഴും ബാങ്കിലത്തെ FD ആണ്. അപ്പോൾ FDയും ഈ പെൻഷൻ പ്ലാനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു വ്യത്യാസമാണ് ഈ ഒരു സ്ലൈഡിനകത്ത് ഞാൻ കാണിച്ചിരിക്കുക. ഇനി അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് LICയുടെ ആന്വിറ്റി പ്ലാൻ ബെസ്റ്റ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണമാണ് ഇവിടെ കാണിച്ചിരിക്കുക. നമ്മൾ 90s എടുത്ത് നോക്കുമ്പോൾ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് 14%. നമുക്ക് ഓർമ്മയുണ്ട്, 90കളിൽ നമുക്ക് 14-15% ബാങ്കുകളിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് LICയുടെ ആന്വിറ്റി റേറ്റ് ഉണ്ടായിരുന്നത് 12%. ഇവിടെ 2% കുറഞ്ഞിരിക്കാൻ കാരണം ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് 14 ഉള്ളപ്പോൾ LIC 12 കൊടുക്കുന്നത്. 95ലേക്ക് വന്നപ്പോൾ അത് 13 ആയപ്പോൾ ഇവിടെ 12% LIC കൊടുക്കുന്നുണ്ട്. 2000ലേക്ക് വന്നപ്പോൾ 12% ആയപ്പോൾ 10% LICക്ക് ലൈഫ് ലോങ് കൊടുക്കുന്നുണ്ടായിരുന്നു. 2005ലേക്ക് വരുമ്പോൾ 10% ഇവിടെ 9% LIC കൊടുക്കുന്നുണ്ടായിരുന്നു. 2015 വന്നപ്പോൾ RBIയുടെ ഇൻട്രസ്റ്റ് 9%ലേക്ക് എത്തിയപ്പോൾ LICയുടെ 7.5 ആണ് ലൈഫ് ലോങ് കൊടുത്തിരുന്നത്. 2024ലേക്ക് വരുമ്പോൾ 6.8 ആണ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കറന്റ് ആയിട്ട് ഇപ്പം എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് LICയുടെ നോക്കുമ്പോൾ 6.86 ആണ്, 6.86. അപ്പോൾ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് ഇപ്പൊ കറണ്ട് LICയുടെ ആന്വിറ്റി റേറ്റ്. അത് ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് 90കളിൽ പെൻഷൻ പ്ലാൻ എടുത്തിട്ട ആളുകൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് 12% ഇൻട്രസ്റ്റ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കൊറോണ വന്നപ്പോഴും മറ്റ് എന്തൊക്കെ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഒരു മുടക്കവും ഇല്ലാതെ അവർക്ക് ആ ഒരു പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് 12%. അപ്പൊ നമുക്ക് ഈ 6.86 ലൈഫ് ലോങ് കിട്ടുമോ എന്നുള്ള ഡൗട്ട് കുറെ പേർക്ക് ഉണ്ട്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും നമുക്ക് ഈ കറണ്ട് റേറ്റ് ലൈഫ് ലോങ് കിട്ടും. അപ്പൊ അന്ന് എടുക്കാതിരുന്നവർ ഇപ്പോ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 12% അല്ലെങ്കിൽ 10%-ത്തിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് ഇപ്പോഴുണ്ട്. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പോ നോക്കുമ്പോൾ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലുള്ള ഒരു റേറ്റ് ആണ്, കുറച്ചെങ്കിലും ഒരു 0.6% എങ്കിലും LICയുടെ ആന്വിറ്റി റേറ്റിലാണ് കൂടുതലുള്ളത്. അപ്പൊ ഇത് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമുക്കൊരു അറിയാം, ഒരു 10-15 വർഷത്തിനകം ഒരു ടോപ്പ് 3യുടെ അകത്തേക്ക് എന്തായാലും ഇന്ത്യ എത്തിച്ചേരുന്നുള്ളത് നമുക്കറിയാം. അത്രയും നല്ല രീതിയിലാണ് ഇന്ത്യയിലെ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഉറപ്പായിട്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയുടെ അകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് തന്നെയാണ് വരിക. പലരും നമ്മളൊരു ഡിബേറ്റിന് വരാറുണ്ട്, ഇനി ഇൻട്രസ്റ്റ് കൂടിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വരാറുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഏത് കൺട്രിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ആ കൺട്രി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാണ് വരിക. അപ്പം നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന കൺട്രികളുടെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ 1 ആണ്, ചിലയിടത്ത് മൈനസ് ആണ്, ചിലയിടത്ത് 0 ഒക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ സെയിം സിറ്റുവേഷൻ ഇന്ത്യയിലേക്കും അധികം താമസമില്ലാതെ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പൊ കിട്ടുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു സ്ലൈഡിനകത്ത് കാണിക്കുന്നത് ജീവൻ ശാന്തി എന്നുള്ള ഒരു പെൻഷൻ പ്ലാനും FDയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് വെച്ചിരിക്കുന്നത് ജീവൻ ശാന്തിയുടെ അകത്ത് നമുക്ക് കിട്ടുന്നത് ലൈഫ് ലോങ് ഇൻകം ആണ്. FDയുടെ അകത്താണെങ്കിൽ നമുക്ക് അത് ലിമിറ്റഡ് ടേം ഇൻകം ആണ്. ഒരു ലിമിറ്റഡ് കാലഘട്ടത്തിലേക്ക് മാത്രമാണ് നമുക്ക് ആ കറണ്ട് റേറ്റ് കിട്ടുള്ളൂ. തുടർന്ന് നമുക്ക് കിട്ടും, പക്ഷേ ഇൻട്രസ്റ്റ് മാറാം. നമുക്കിവിടെ പെൻഷൻ പ്ലാനിനകത്ത് ഇൻട്രസ്റ്റിൽ മാറ്റം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ FD ഇട്ടിട്ട് നമുക്കത് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എത്രയാണ് നമ്മൾ ഇട്ട എമൗണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുക. പക്ഷേ ജീവൻ ശാന്തിയിലേക്ക് വരുമ്പോൾ 105% നമുക്ക് ഇവിടെ റിട്ടേൺ, ഒരു 5% കൂടെ എക്സ്ട്രാ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 0.15% എക്സ്ട്രാ ഇൻട്രസ്റ്റ് നമുക്ക് LIC പോളിസി ഹോൾഡർ ആണെങ്കിൽ കിട്ടും. നമുക്ക് FDയുടെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് അവിടെ വേറെ FD ഉണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 100% ഗ്യാരണ്ടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 100% ഗ്യാരണ്ടിയാണ് നമ്മൾ നിക്ഷേപിക്കുന്ന ടോട്ടൽ എമൗണ്ടിന് LIC തരുന്നത്. നമ്മളിപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിന് മാത്രമാണ് നമുക്ക് ഗ്യാരണ്ടികൾ. ഇപ്പോൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ മാത്രമാണ് ആ ബാങ്കിന് ഈ വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കണം. നമ്മൾ പേപ്പർ തുറന്ന എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ പൊളിയുന്നതും ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം പേപ്പറിൽ. കാരണം അവിടെ ചിലപ്പോൾ ഒരു 12% അല്ലെങ്കിൽ 10% ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ആളുകൾ ഓടിപ്പോയി അത്തരം സ്ഥാപനങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവസാനം എന്തുണ്ടാവുന്ന, ആ സ്ഥാപനം പൊളിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് ഇവിടെ കുറവാണെങ്കിലും അത് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എപ്പോഴും ഒരു LICയുടെ പ്രൊഡക്റ്റിനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ആളുകളെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീവൻ ശാന്തിയിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും ലൈഫ് ലോങ്. ഇവിടെ ഷോർട്ട് പീരീഡിലാണ് നമുക്ക് FDയിൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ 100% നമുക്ക് ലിക്വിഡിറ്റി, LICയുടെ പെൻഷൻ പ്ലാനുകൾക്ക് വരുന്ന ഒരു മെയിൻ ഡ്രോബാക്ക് ആയിരുന്നു ലിക്വിഡിറ്റി ഇല്ല എന്നുള്ളത് മുഴുവനായിട്ട്. പക്ഷെ ഇപ്പോൾ അതും പരിഹാരം വന്നിട്ടുണ്ട്. ജീവൻ ശാന്തി നമ്മൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ 2 ഇയർ ഡെഫർമെന്റ് ടൈം എടുത്ത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് 100% ലിക്വിഡിറ്റിയാണ്. നമുക്ക് FD നമ്മൾ പ്രിമേച്ചർ ക്ലോസിംഗ് നടത്തിയാൽ അവിടെ ഒരു പെനാൽറ്റി വരും. കുറച്ച് പൈസ പിടിച്ചിട്ടേ നമുക്ക് ബാക്കിയുള്ള പൈസ തരുള്ളൂ. അതുപോലെ തന്നെ ജീവൻ ശാന്തിക്ക് വരുമ്പോൾ നമുക്ക് ജോയിന്റ് ആനുവിറ്റി ഉണ്ട്. നമുക്ക് ഹസ്ബൻഡും വൈഫിനും ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ ഈ പ്ലാൻ എടുക്കാം. FDയിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ജോയിന്റ് ആനുവിറ്റി എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ കാലശേഷം വൈഫിനും പെൻഷൻ വാങ്ങാം. അതിനുശേഷം നോമിനി ആരാണ് വെച്ചിരിക്കുന്നത് അവർക്ക് എമൗണ്ട് കിട്ടും. ആ രീതിയിൽ ചെയ്യാം. പക്ഷെ FDയിൽ അങ്ങനെ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ഫ്രീ ഇൻകം നമുക്കറിയാം. നമ്മുടെ പുതിയ ടാക്സ് റൂൾ അനുസരിച്ച് 12 ലക്ഷം വരെ ഇയർലി നമുക്ക് ഇനി അടുത്ത വർഷം മുതൽ, അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ ടാക്സ് ഇല്ല. അപ്പോൾ മന്ത്ലി 1 lakh വെച്ചിട്ട് പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിക്കും 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ FDയിലേക്ക് വരുമ്പോൾ 40,000 രൂപ ഇൻട്രസ്റ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 10% TDS അവിടെ ബാങ്ക് കട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ തട്ടിക്കഴിച്ച് നോക്കിയാലും FDയെക്കാളും ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് നമുക്ക് LICയുടെ പെൻഷൻ പ്ലാനുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇതിലൊരു മാനിപ്പുലേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതാണ് നേരത്തെ പറഞ്ഞ 100% ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളത്. 60 വയസ്സിൽ നമുക്കറിയാം ജീവൻ ശാന്തി പ്ലാനിനകത്ത് 1 മുതൽ 5 വർഷം വരെയാണ് നമുക്കിവിടെ ഡെഫർമെന്റ് ടൈം എടുക്കാൻ പറ്റുക. അപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് 100% ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ നമ്മളൊരു 5 ഇയർ ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്ന ഫണ്ട് വിത്ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അത് 3rd ഇയർ 4th ഇയർ 5th ഇയർ എപ്പോഴാണെങ്കിലും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ ഫണ്ട് പിൻവലിച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടെ തിരിച്ചു കിട്ടുന്നുണ്ട്, ഒന്നും തന്നെ പിടിക്കാതെ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക.
ഇപ്പോൾ ജീവൻ ശാന്തിയുടെ ഒരു സ്ലൈഡാണ് ഞാനിവിടെ വെച്ചിരിക്കുക. അപ്പോൾ 10 ലക്ഷത്തിന് 6.78 ഇപ്പോൾ നിലവിൽ 60 വയസ്സുള്ള വ്യക്തിക്ക് കിട്ടുക. അതുപോലെ തന്നെ 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ 6.85 വരെയാണ് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക. ഇതിൻ്റെ കൂടെ ഒരു 0.15% കൂടെ എക്സ്ട്രാ LIC പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ആ രീതിയിലാണ്. അപ്പോൾ ഒരു 7% അടുത്ത് നമുക്ക് 1 crore ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇത് കറണ്ട് റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 10 ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുക. 10 ഡേയ്സ് കഴിഞ്ഞ് എന്തായാലും ഇൻട്രസ്റ്റ് റിവൈസ് ചെയ്യാനായിട്ട് പോവാണ്. ജീവൻ ശാന്തിയുടെ പ്ലാനുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും കുറയും April 1st വീക്കോട് കൂടിയിട്ട്. അപ്പോൾ ഈ ഹയർ റേറ്റിൽ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്താൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ലൈഫ് ലോങ് കിട്ടും. ഇനി ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത് 60 വയസ്സുള്ള ഒരു വ്യക്തി 5 ഇയർ ഡെഫറൻറ്റ് ടൈമിൽ 1 crore ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ വ്യക്തിക്ക് സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 100% സറണ്ടർ ഉണ്ട്. ഇനിയിപ്പോൾ ആ വ്യക്തി സറണ്ടർ ചെയ്യുന്നില്ല, ഒരു 5 വർഷം പെൻഷൻ വാങ്ങുകയാണ്. അപ്പോൾ 69 വയസ്സ് വരെ ആ വ്യക്തി പെൻഷൻ വാങ്ങുകയാണ്. അപ്പോൾ കറണ്ട് റേറ്റിൽ 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് 5 ഇയർ ഡെഫറൻറ്റ് ടൈമിന് ആ വ്യക്തിക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ എന്നുള്ളത് 9,66,855 രൂപയാണ്. അങ്ങനെ 5 വർഷം ആ വ്യക്തി പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ 48.34 ലക്ഷം രൂപ ആ വ്യക്തി പെൻഷനായിട്ട് വാങ്ങിയിട്ടുണ്ടാവും. ഇനി ആ വ്യക്തിക്ക് തോന്നുകയാണ് ഒരു 70 വയസ്സാകുമ്പോൾ എനിക്കിനി പെൻഷൻ വേണ്ട, ഇത് സറണ്ടർ ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്നത് 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് സറണ്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്നുള്ളത് 1.18 കോടിയാണ്. അപ്പോൾ 1 കോടിയല്ല, ഒരു 18 ലക്ഷം കൂടെ എക്സ്ട്രാ ചേർത്താണ് ആ വ്യക്തിക്ക് സറണ്ടർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ സറണ്ടർ ചെയ്താൽ പോലും നമുക്കൊരു നഷ്ടമില്ലാതെ ഇത് ക്ലോസ് ചെയ്യാം. ടോട്ടൽ ആ വ്യക്തിയുടെ ബെനിഫിറ്റ് നോക്കുമ്പോൾ 1.66 crore ആണ് ആ വ്യക്തിക്ക് 10 ഇയർ കൊണ്ട് കിട്ടണത്. 1 crore ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 66 lakh എക്സ്ട്രാ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. യാതൊരു എന്താ പറയുക നഷ്ടമില്ലാതെ നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയണം. കാരണം പലരും പറയും LICയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോവും, പെൻഷൻ ശരിക്കും കിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ മുടങ്ങും, അങ്ങനെ പലതരത്തിലുള്ള തട്ടുന്യായങ്ങൾ പറഞ്ഞ് നടക്കാറുണ്ട് ആളുകൾ. പക്ഷേ ഇപ്പോഴും അതറിയാവുന്ന വ്യക്തികൾ സേഫായിട്ട് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പെൻഷൻ വാങ്ങി അവർ ആസ്വദിക്കുന്ന അവരുടെ ജീവിതം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ LICയുടെ പ്രീമിയം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ കുറ്റം പറയുന്നവരെന്നും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് കുറ്റം പറയാൻ മാത്രമേ ഓരോരോ കാരണങ്ങൾ അവർ കണ്ടുപിടിക്കും. പക്ഷേ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഇനി അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ഏപ്രിൽ ആകുമ്പോൾ ഒരു 0.5% ഒക്കെ ആവും ചിലപ്പോൾ വ്യത്യാസം വരിക, ഇൻട്രസ്റ്റ് കുറയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു 0.5 കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇത്ര വലിയൊരു പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഒരു 25 lakhന്റെ നഷ്ടമാണ് നമുക്കിവിടെ വരുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഇവിടെ വെച്ചിരിക്കുക. അപ്പോൾ ഏജ് 51 വയസ്സുള്ള ഒരു വ്യക്തി 1 crore ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ കറണ്ട് റേറ്റ് വെച്ച് ആ വ്യക്തിക്ക് പെൻഷൻ കിട്ടുന്നത് 7 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ജീവൻ ശാന്തിയിൽ 1 ഇയർ ഡെഫറൻറ്റ് ടേമിനകത്ത് 7 ലക്ഷം രൂപ കിട്ടുക എന്നിരിക്കുക. ഇപ്പോൾ അടുത്ത വർഷം അടുത്ത മാസം ആദ്യത്തെ ആഴ്ച മുതൽ ചിലപ്പോൾ 0.5 ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ 6,50,000 കുറയും. അപ്പോൾ ഒരു 50,000 രൂപ ആനുവലി ആ വ്യക്തിക്ക് നഷ്ടം വരികയാണ്. ഇനി ആ വ്യക്തി ഒരു 50 വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത 50 വർഷം കൊണ്ട് ഈ 50,000 രൂപ ഓരോ വർഷം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50 വർഷം കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ആ വ്യക്തി ചിലപ്പോൾ തീരുമാനം എടുക്കാൻ വൈകിപ്പോയതാണ്. ഒരു 10 ദിവസം വൈകിട്ടാണ് ആ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 0.5% ഇൻട്രസ്റ്റിന്റെ വ്യത്യാസം വരുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഒരു 50 ഇയർ പോകുമ്പോൾ ആ വ്യക്തിക്ക് ഒരു 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവിടെ വരിക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് അറിഞ്ഞിരിക്കണം. ചെറിയൊരു ഇൻട്രസ്റ്റിന്റെ വ്യത്യാസം പോലും പെൻഷൻ പ്ലാനുകളകത്ത് വലിയ നഷ്ടങ്ങൾ നമുക്ക് വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു 10 ഡേയ്സ് ആണ് ഇനി നമുക്ക് കയ്യിലുള്ളൂ. കാരണം ഇന്ന് 20-ാം തീയതി 31st വരെയാണ് നമുക്ക് ഈ ഒരു ഹയർ റേറ്റ് കിട്ടുള്ളൂ. കാരണം എന്തായാലും April 1st വീക്കോട് കൂടിയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് കുറയാനായിട്ട് പോവാണ്. അപ്പോൾ ജീവനാക്ഷയൊക്കെ ആണെങ്കിൽ 31-ാം തീയതിയോട് കൂടി അത് പിൻവലിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആനുവിറ്റി പ്ലാൻ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇനി അവർക്ക് കിട്ടുന്ന സുവർണാവസരം ഒരു ലാസ്റ്റ് 1 വീക്കാണ്. അത് കഴിഞ്ഞാൽ ആ പ്ലാൻ എടുക്കാൻ പറ്റില്ല. ഇനി ജീവൻ ശാന്തി ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കുറയാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്ലൈഡിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുക. 12 ലക്ഷം വരുമാനമുള്ളവർക്ക് ഇനി നികുതി കൊടുക്കേണ്ട അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ. അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 12.75 12.25 ലക്ഷം രൂപ വരെ നമുക്ക് ഇനി ടാക്സ് ഇല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടെ ചേർത്താണ് അത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെൻഷനേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വെച്ച് അവർ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ 1 രൂപ പോലും അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന എമൗണ്ട് TDS കട്ട് ചെയ്യാതെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതും ആളുകളുടെ ഒരു സംശയമാണ്. പക്ഷെ ഒരിക്കലും LICയുടെ ഭാഗത്ത് നിന്ന് TDS കട്ട് ചെയ്യാതെയാണ് നമുക്ക് ഈ പെൻഷൻ കിട്ടുന്നത്.
അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ മാത്രമാണ് ബാങ്കുകൾ TDS പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് TDS വരുന്നുള്ളൂ. അല്ലാതെ LICയുടെ ഭാഗത്ത് നിന്ന് യാതൊരു TDS കട്ടിങ്ങും ഇവിടെ വരുന്നില്ല. ഇനി 2-3 ഉദാഹരണങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഉദാഹരണം നമുക്കറിയാം, നമ്മുടെ പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പ്രവാസികളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരാളെ സംബന്ധിച്ചൊരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറിൻ്റെ വാല്യൂ എന്നുള്ളത് 87.2 ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വാല്യൂ ആണത്. ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കറണ്ട് റേറ്റ് ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ വരുന്നത് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ആ വ്യക്തിക്ക് 71,000 രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ ആ വ്യക്തിക്ക് $12,071 ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ $11,468 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 71,000 രൂപ പെൻഷൻ കിട്ടും ഇയർലി ആയിട്ട്. അപ്പോൾ അവിടെ ഒരു 53,000 രൂപയുടെ ഡിഫറൻസ്, അതായത് ഒരു ഇയർ മാറിയതിലുള്ള വ്യത്യാസം. അത് ഈ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പൈസയുടെ മൂല്യം ഇടിയുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറച്ച് കൂടുതലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ പരിഗണിച്ച് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 53,000 രൂപയുടെ ഇയർലി വ്യത്യാസം നമുക്കിവിടെ വരികയാണ്. കാരണം $12,071 ഇൻവെസ്റ്റ് ചെയ്യേണ്ടടുത്ത് ഇപ്പോൾ 11,468 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ട് ഓഫ് പെൻഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് NRIസിനെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പ്രയോജനപ്പെടുത്തുക, ഒരിക്കലും അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇനി അടുത്തത് UK ഒരു കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടാണ് അവിടുത്തെ കറൻസി എന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഇന്ത്യൻ രൂപ വരുമ്പോൾ 112 രൂപയാണ് ഒരു ബ്രിട്ടീഷ് പൗണ്ട് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഇയർ ആ വ്യക്തിക്ക് 9,436 ബ്രിട്ടീഷ് പൗണ്ട് അടയ്ക്കണമായിരുന്നു. എത്ര? 71,000 രൂപ പെൻഷൻ കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പം അത് അടയ്ക്കുകയാണെങ്കിൽ 8,873 ബ്രിട്ടീഷ് പൗണ്ട് ഇപ്പം അടച്ചാൽ മതി. മുൻപാണെങ്കിൽ 9,436 അടയ്ക്കേണ്ടടുത്ത് ഇവിടെ 8,873 അടച്ചാൽ നമുക്ക് 71,000 രൂപ പെൻഷൻ ഇയർലി കിട്ടും. അപ്പോൾ അവിടെ ഒരു 64,000 രൂപയുടെ വ്യത്യാസം ഇയർലി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വ്യത്യാസം വരാം. ഇപ്പോൾ കറണ്ട് റേറ്റ് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് UK US ആണെങ്കിലും ഈ പെൻഷൻ പ്ലാനുകൾ, ഈ UK QROPS എന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെയുള്ള പെൻഷൻ പ്ലാനിലെ ഫണ്ട് ഇന്ത്യയിലേക്ക് മാറ്റാനായിട്ടുള്ളൊരു അവസരമുണ്ട്. അത് LICയുടെ ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് പ്ലാനുകളിലേക്ക് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് ആ രണ്ട് പ്ലാനുകളാണ് അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാം. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സർട്ടൈൻ ഫണ്ട് അവരുടെ പെൻഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള പെൻഷൻ പ്ലാനുകളിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു അവസരം അവർക്കുണ്ട്. അതാണ് QROPS എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് പെൻഷൻ പ്ലാനുകൾ എന്നുള്ളത് ജീവൻ അക്ഷയും ജീവൻ ശാന്തിയാണ്. LICയുടെ പ്ലാനുകളാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അറേബ്യയിൽ നമ്മുടെ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ ദിനാറാണ് നമുക്കറിയാം. അവിടുത്തെ ദിനാറിന്റെ ഇന്ത്യൻ വാല്യൂ എന്നുള്ളത് 23.75 രൂപയാണ്. അപ്പോൾ ഇവിടെയും വരുന്നത് കഴിഞ്ഞ വർഷം ആ വ്യക്തി 44,352 ദിനാർ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു 71,000 പെൻഷൻ കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അത് 44 വേണ്ട 42,103 ദിനാർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 71,000 രൂപയുടെ പെൻഷൻ കിട്ടും. അപ്പം 54,000 രൂപയുടെ വ്യത്യാസം ഈ ദിനാറിന്റെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഇതിനനുസരിച്ച് നമ്മുടെ മണി വാല്യൂ കുറഞ്ഞതുകൊണ്ട് ഓരോ കറൻസിക്ക് അനുസരിച്ച് ഇത് വ്യത്യാസം വരാം. അപ്പോൾ അതും ഒരു അനുകൂല ഘടകമായിട്ട് പ്രവാസികൾക്ക് നിൽക്കുകയാണ്. അതുപോലെ തന്നെ GST എക്സെംഷൻ പ്രവാസികൾക്ക് ഉണ്ട് വൺ ടൈം ചെയ്യുമ്പോൾ. കാരണം അവർക്ക് അവിടെ റെസിഡന്റ് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ ആ GST ഒഴിവായി കിട്ടും. അപ്പോൾ അതും അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അതും അവർ പ്രയോജനപ്പെടുത്തുക. പ്രവാസികളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സുവർണാവസരമാണ്. ഈ മാർച്ചിലെ അവസാനത്തെ 10 ദിവസമാണ് ഹൈ റേറ്റ് കിട്ടുന്ന ലാസ്റ്റ് 10 days ആണ്. അതുപോലെ ജീവൻ ശാന്തിയിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന അവസാനത്തെ 10 ദിവസങ്ങളാണ്. ഇനി ജീവൻ അക്ഷയ് എന്നുള്ളൊരു പ്ലാൻ ഇനി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീരുമാനം എടുക്കാൻ വൈകി പോകരുത്. കാരണം വൈകി എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും വലിയ വില നിങ്ങളിപ്പോൾ ഇനി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞിട്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭീമമായിട്ടുള്ളൊരു നഷ്ടം നിങ്ങൾ വരുത്തി വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിൽക്കരുത്. ഇങ്ങനെയുള്ള ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഇപ്പോഴുള്ള ഗ്യാരണ്ടീഡ് റേറ്റിൽ ഈ ഒരു സംഭവം എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 100% സെക്യൂരിറ്റി ഉണ്ടാകും. നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ QROPS ഉപയോഗിച്ച് UK വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള രീതിയിൽ അവരുടെ പെൻഷൻ ഫണ്ട് ഇന്ത്യയിലേക്ക് മാറ്റാനായിട്ടുള്ള അവസരമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രവാസികളായിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 12 ലക്ഷം വരെ ടാക്സ് എക്സംഷൻ വന്നതുകൊണ്ട് സാലറിഡ് ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ അതിൽ കുറഞ്ഞ ജോലിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം അവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഇൻകം ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അവരുടെ ടോട്ടൽ 12 ലക്ഷം എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും പെൻഷൻ അവർക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ബുദ്ധിപരമായിട്ട് തിങ്ക് വൈസ്ലി ആൻഡ് ആക്ട് വൈസ്ലി, പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോഴുള്ള ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, താങ്ക് യു.